നമുക്ക് പിഴിഞ്ഞാൽ ഏകദേശം ഒരു അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് വെർമി വാഷ് ലഭിക്കുള്ളൂ. മുഴുവനായിട്ട് അമർത്തി പിഴിയേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് പറഞ്ഞാൽ നമ്മൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെടികൾ ആരോഗ്യത്തോടു കൂടി വളരുകയാണെങ്കിൽ അതിന് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. അങ്ങനെ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കാനും കൂടുതൽ വിളവ് ലഭിക്കാനൊക്കെ സാധിക്കും അല്ലേ. അങ്ങനെയുള്ള ചെടികൾ ഉണ്ടാവണം പറഞ്ഞാൽ അതിനാവശ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും ആൻറ്റിബയോട്ടിക്കുകളും ഒക്കെ ചെടികൾക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഒരുമിച്ചടങ്ങിയ ദ്രാവരൂപത്തിലുള്ള ഒരു ജൈവവളമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ജൈവവളം നമ്മുടെ വീട്ടിലുള്ള ഉണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റിൽ നിന്നാണ് ആ ജൈവവളം ഉണ്ടാക്കുന്നത്. ആ ജൈവവളം എങ്ങനെ ഉണ്ടാക്കാം, ജൈവവളം ഉണ്ടാക്കി ചെടികൾക്ക് നൽകുമ്പോൾ ചെടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയെല്ലാം നൽകാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ആ രൂപത്തിലുള്ള ജൈവവളം ഇതാണ്. ഇത് വെർമി വാഷാണ്. വെർമി വാഷ് എന്ന് പറയുന്നത് ചെടികളുടെ ഫാസ്റ്റ് ഫുഡാണ് എന്ന് പറയപ്പെടുന്നത്. എന്താ കാരണം പറഞ്ഞാൽ ചെടികൾക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാനും ആ വലിച്ചെടുത്ത അതേ സ്പീഡിൽ തന്നെ ചെടികൾക്ക് അത് പാകം ചെയ്യാനും സാധിക്കുന്നത് കൊണ്ടാണ് അതിനെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. വളരെയധികം ആൻറ്റിബയോട്ടിക്കുകളും ഹോർമോണുകളും ഡീകമ്പോസ്റ്റിംഗ് ബാക്ടീരിയകളും അതേമാതിരി പ്രധാനപ്പെട്ട പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം ഒരു നല്ലൊരു ജൈവവളമാണ്. അപ്പോൾ ഈ ജൈവവളം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഇത് ഇങ്ങനെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എന്താ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നത് ഇലകളിലാണ്. അതേപോലെ തന്നെ 2 ഇരട്ടി വെള്ളത്തിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എത്ര ഇരട്ടി വെള്ളം വേണോ അത് നമുക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിൽ നമുക്കത് ഒഴിച്ച് തടത്തിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വരുന്നത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അത് നമുക്ക് എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്യണം പറഞ്ഞാൽ ഇത് എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ രാവിലെ നേരത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ഗുണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. വെർമി വാഷിൽ പ്രധാനമായിട്ടും ഡീകമ്പോസ്റ്റിംഗ് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ആവാത്ത കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഈ വെർമി വാഷ് കൂടി അതിൽ കലർത്തിയിട്ട് അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കമ്പോസ്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കമ്പോസ്റ്റിലുള്ള പോഷകങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. പൂർണ്ണമായും കമ്പോസ്റ്റ് ആവാത്ത കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ സഹായിക്കും, ഇങ്ങനെയുള്ള ഡീകമ്പോസ്റ്റിംഗ് ബാക്ടീരിയകളൊക്കെ. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇവ അടങ്ങിയിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പെട്ടെന്ന് കൂടുതൽ റൂട്ടുണ്ടാവുക, അതേപോലെ തന്നെ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവുക, പെട്ടെന്ന് മുളയ്ക്കാൻ സഹായിക്കുക എന്നീ ഗുണങ്ങളും ആരോഗ്യത്തോടു കൂടി വളരാനും സഹായിക്കും. അതേപോലെ തന്നെ സൂക്ഷ്മമൂലങ്ങളായ സിങ്ക്, കോപ്പർ, അയൺ, ചെമ്പ് എന്നിവയൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടികൾക്ക് വളരെ ചെറിയ രീതിയിലും എന്നാൽ അത്യാവശ്യമുള്ളതുമായ സൂക്ഷ്മമൂലങ്ങളും അതിലടങ്ങിയിട്ടുള്ളത് കാരണം രൂപത്തിലുള്ള നല്ലൊരു ജൈവവളമാണ് നമ്മുടെ വെർമി വാഷ്. ചെടിക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടാനും അതേപോലെ തന്നെ കീടങ്ങളെ പ്രതിരോധിക്കാനും ഒക്കെ കിട്ടണം. അതേപോലെ തന്നെ നല്ലപോലെ പൂടണം പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ആൻറ്റിബയോട്ടിക്കുകളുടെയും ഹോർമോണുകളുടെയും ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ വെർമി വാഷിൽ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ റൂട്ട് ഡെവലപ്മെൻറ്റ്സ് വരുന്ന പോലെ തന്നെ നല്ല പോലെ ശിഖരങ്ങളുണ്ടാവും. ശിഖരങ്ങൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് പൂ പിടിക്കാനും കൂടുതൽ പൂ പിടിക്കാനും ആ പൂകളൊക്കെ നല്ല പരാഗണം നടന്ന് നല്ല വിളവ് ലഭിക്കാനൊക്കെ സഹായകരമാണ് ഇതിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും ഹോർമോണുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെടികൾക്ക് ഇലകൾക്കൊക്കെ വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വെർമി വാഷിലുള്ളത്. അതുകൊണ്ടാണ് ചെടികൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ജൈവ വളമാണ്, ലിക്വിഡ് രൂപത്തിലുള്ള ഒരു നല്ലൊരു ജൈവവളമാണ്. സാധാരണ രീതിയിൽ പല കർഷകരും വെർമി വാഷ് എടുക്കുന്നത് നമ്മൾ കമ്പോസ്റ്റിംഗ് ടാങ്കിൽ പൈപ്പ് വെച്ച് അതിൽ നിന്ന് നേരിട്ട് എടുക്കാറാണ് പതിവ്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവാതെ നമ്മൾ വെർമി വാഷ് കളക്ട് ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനം കിട്ടില്ല. അത് ചില ചെടികൾക്കൊക്കെ ചിലപ്പോൾ ദോഷങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ എടുക്കാതിരിക്കുക ഏറ്റവും നല്ലത്. വെർമി വാഷ് എടുക്കുന്നുണ്ടെങ്കിൽ
പൂർണ്ണമായും കമ്പോസ്റ്റ് ആയിൽ നിന്ന് വേണം നമ്മൾ വെർമി വാഷ് കളക്ട് ചെയ്യാൻ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയണ്ട. എന്നാൽ മാത്രമേ ചെടികൾക്ക് അത് നല്ല രീതിയിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാ ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 15 ദിവസം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സ്ലറി രൂപത്തിലും മറ്റുള്ളതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടാപ്പിൽ കൂടെ കളക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് നമ്മൾ സാധാരണ രീതിയിൽ ചെറിയ ചെടികൾക്ക് അല്ലെങ്കിൽ പച്ചക്കറി വിളകൾക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ ഇലകളിൽ സ്പ്രേ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കമ്പോസ്റ്റായ വെർമി കമ്പോസ്റ്റിൽ നിന്ന് വേണം നമ്മൾ അത് കളക്ട് ചെയ്യാൻ. വെർമി കമ്പോസ്റ്റിൽ നിന്ന് ഈ വെർമി വാഷ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. എന്നാൽ വെർമി കമ്പോസ്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെർമി കമ്പോസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെർമി കമ്പോസ്റ്റ് തന്നെ ഉപയോഗിക്കാം. ഏറ്റവും ഫലപ്രദം ഇപ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റായ വെർമി കമ്പോസ്റ്റിൽ നിന്ന് വെർമി വാഷ് എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് 1 കിലോ വെർമി കമ്പോസ്റ്റ് വേണം. അതോടൊപ്പം നമുക്ക് വേണ്ടത് ഒരു 350 to 400 ml വെള്ളം വേണം. പിന്നെ വേണ്ടത് നമുക്ക് ഇഴയ അകലമുള്ള ഒരു തുണി വേണം. എന്ന് പറഞ്ഞാൽ അതിലിട്ടിട്ടാണ് ആ തുണിയിലിട്ടിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് നമ്മൾ അതിൽ നിന്ന് ഈ ദ്രാവകം തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ തുണി വിരിച്ച് അതിൽ നമ്മൾ 1 കിലോ കമ്പോസ്റ്റ് ഇട്ട് ഈ 350 to 400 ml വെള്ളം, അത് പറഞ്ഞാൽ 1/2 ലിറ്ററിൻ്റെ താഴെ മതി, അതിൽ കൂടുതൽ വേണ്ട, 400 ml വെള്ളം ഈ കമ്പോസ്റ്റിന് മീതെ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ടത് നല്ല രീതിയിൽ തന്നെ കെട്ടി കൊടുക്കണം. കെട്ടി അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. എന്ത് കാര്യത്തിനാണ് എന്ന് പറഞ്ഞാൽ എയർ അതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യണം. അതാണ് നമ്മൾ ആ തുണി ഇഴയ അകലമുള്ളത് എടുത്തത്. അതേപോലെ തന്നെ നമുക്കത് പിഴിഞ്ഞാൽ, നല്ല പ്രസ് ചെയ്ത് പിഴിയല്ല, ചെറിയ രീതിയിൽ പിഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആ വെള്ളം ഊറി വരണം. ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇഴയ അകലമുള്ള തുണി എടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് തോർത്താണ്, എൻ്റെ ഒരു പഴയ തോർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി പുതിയതൊന്നും എടുക്കണ്ട, പഴയ തോർത്തെടുത്താൽ മതി. പഴയ തോർത്തെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കാൻ സാധിക്കും. ഇതിങ്ങനെ കെട്ടി വെച്ച ശേഷം നമ്മൾ ഒരു 48 മണിക്കൂർ 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് അതിൽ നിന്ന് വെർമി വാഷ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്താൽ മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അതിന് മൂടി വയ്ക്കൊന്നും വേണ്ട. മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണിയിൽ കെട്ടി വെച്ചിരിക്കുന്നത്. വേറെ മൂടിയും കാര്യങ്ങളൊന്നും വേണ്ട. അത് ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കുക. നന്നായി പിഴിഞ്ഞെടുക്കുക പറഞ്ഞാൽ നമ്മൾ 350-400 ml വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പിഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് വെർമി വാഷ് ലഭിക്കുള്ളൂ. മുഴുവനായിട്ട് അമർത്തി പിഴിയേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് പറഞ്ഞാൽ നമ്മൾ എത്ര ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളത്തിൻ്റെ ഏകദേശം പകുതിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് വെർമി വാഷ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വാഷ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് യൂസ് ചെയ്തോ അത് എഫക്റ്റീവാണ്. കൂടുതൽ കാലം നമുക്ക് അടച്ച് ഉറപ്പുള്ള പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. പക്ഷേ ഏറ്റവും കളക്ട് ചെയ്ത അതേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യക്ഷമമായിട്ട് ഇലകൾക്ക് അത് വലിച്ചെടുക്കാനും ചെടികളുടെ ആരോഗ്യത്തോടുകൂടി വളരാനും ഒക്കെ സഹായകരമാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് 10 ദിവസം ഇടവേളകളിലോ അല്ലെങ്കിൽ 15 ദിവസത്തെ ഇടവേളകളിലോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ പറഞ്ഞാൽ വെർമി കമ്പോസ്റ്റ് തന്നെ വേണം. സാധാരണ കമ്പോസ്റ്റ് നിന്ന് നമുക്ക് വെർമി വാഷ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിൽ ആൻറ്റിബയോട്ടിക്കുകളും ഹോർമോണുകളൊക്കെ വളരെ കുറവായി പരിമിതമായിരിക്കും. പല പോഷകങ്ങളും പരിമിതമായിരിക്കും. അതുകൊണ്ടാണ് ഈ കമ്പോസ്റ്റ് തന്നെ നമ്മൾ എടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ വെർമി വാഷ് ഉണ്ടാക്കി കളക്ട് ചെയ്ത് അത് ചെടികൾക്ക് നൽകുകയാണെങ്കിൽ ചെടികൾ വളരെ ആരോഗ്യത്തോടുകൂടി വളരുകയും രോഗപ്രതിരോധ ശേഷിയോടുകൂടി വളരുകയും പെട്ടെന്ന് പരാഗണം, കൂടുതൽ പൂവുണ്ടായി പെട്ടെന്ന് പരാഗണം നടന്ന് കൂടുതൽ വിളവുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കൃഷിയിടത്തിൽ സാധിക്കും. ചെടികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ദ്രാവരൂപത്തിലുള്ള ഒരു ജൈവവളമാണ് വെർമി വാഷ്. നിങ്ങളും നിങ്ങളുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചെടികളിലൊക്കെ വളരെയേറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വെർമി വാഷ്. എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.